ഉള്ളിവില തിരുവനന്തപുരത്ത് 60 രൂപയ്ക്ക് ചുറ്റുമാണ് കറങ്ങുന്നതെങ്കിൽ ഉള്ളി നന്നായി ഉപയോഗിക്കപ്പെടുന്ന ഉത്തരേന്ത്യയിൽ അത് 80 കഴിഞ്ഞു, 1 കിലോയ്ക്ക് 90 എത്തി നിൽക്കുന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ സബോള ഉള്ളിയുടെ വില 100 രൂപയാകും എന്ന നിരീക്ഷണം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്തു ചെയ്യുന്നു? കാണുക ചന്ദ്രികയുടെ 1-ാം പുറം. ഉള്ളി പൊള്ളുന്നു എന്ന ശീർഷകത്തിൽ ആ വാർത്ത. കയറ്റുമതിക്ക് നിരോധനം വന്നേക്കും, ഇറക്കുമതിക്ക് ആലോചന, ദില്ലിയിൽ കിലോയ്ക്ക് 90 രൂപ വരെ, കയറ്റുമതിയിൽ 28% കുറവ്. കോഴിക്കോട് 60 രൂപ, എറണാകുളത്ത് 70 രൂപ, തിരുവനന്തപുരത്തും 60 രൂപ. രാജ്യത്ത് ഉള്ളിയുടെ വില കുതിച്ചുയരുന്നു. ഉത്സവകാലത്ത് ഉള്ളി വില കുതിച്ചുയരുന്നത് സർക്കാരിനെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ളി കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചേക്കും. ഏതായാലും ഇതുമായി ബന്ധിപ്പിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെയാണ് ശരത് പവാറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഇക്കാര്യത്തിലുള്ള ചർച്ച എന്നും വാർത്തകൾ ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. മലയാള മനോരമ ഇന്ന് അതിൻ്റെ ലീഡ് വളരെ അന്തസാരപൂർണമായ ഒരു വാർത്തയുമായി ബന്ധിപ്പിച്ചാണ് തന്നിരിക്കുന്നത്. കാണുക, 20 ലക്ഷം അർദ്ധസൈനികർക്ക് വിമുക്തഭട പദവി നൽകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സഹായം 20 ലക്ഷം പേർക്ക് ലഭിക്കും. സൗജന്യ ചികിത്സ ലഭിക്കും. ഇതുവരെ ലഭിക്കാത്ത ക്യാൻറ്റീൻ സൗകര്യവും ലഭിക്കും എന്നാണ് മനോരമയുടെ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത്. കാണുക, രാജ്യത്തെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽപ്പെട്ടവർ വിരമിക്കുമ്പോൾ സൈനികർക്കെന്നതുപോലെ തന്നെ വിമുക്ത പദവിയും ആനുകൂല്യങ്ങളും നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ കാശ്മീരിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച അതിർത്തി പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മിസ്റ്റർ ഷിൻഡെ. സെൻട്രൽ ആംഡ് പോലീസ് സേനയിൽപ്പെട്ടവർക്ക് സൈനികർക്കെന്നതുപോലെ വിമുക്ത ഭടന്മാരുടെ പദവി നൽകിയിരുന്നില്ല. അവർക്കുമൊക്കെ നൽകുന്നത് വഴി പുതിയതായി 20 ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. പ്രധാന വാർത്തയ്ക്ക് ഒപ്പം തന്നിരിക്കുന്ന പെട്ടി വാർത്തയിൽ രാഹുലിൻ്റെ ഉറപ്പ്, പിന്നാലെ ഷിൻഡെയുടെ പ്രഖ്യാപനം. ആദ്യം ഇക്കാര്യത്തിൽ രാഹുലാണ് ഉറപ്പ് നൽകിയത്, അതിനുശേഷമാണ് നയപരമായ സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നത് എന്നും മനോരമ നിരീക്ഷിക്കുന്നു ഈ വാർത്തയിൽ. ദേശീയപാത കേരളത്തിൽ എത്ര വീതിയിലാണ് പോകാൻ പോകുന്നത്? 30, 45, 60? ഇക്കാര്യത്തിൽ ആദ്യം എത്തിയ സമവായം, ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്തെത്തിയ സമവായം 45 മീറ്റർ എന്നായിരുന്നു. പിന്നീട് അത് 30 മീറ്ററാക്കി മാറ്റി എന്ന് വാർത്ത വന്നിരുന്നു. അങ്ങനെ മാറ്റിയിട്ടില്ല. ദേശീയപാത 45 മീറ്ററിൽ തന്നെ വേണം. ഉടൻ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും, മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മനോരമയുടെ 1-ാമത് വാർത്തയാണത്. പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായം തേടിയ ശേഷം അന്തിമ തീരുമാനമെടുക്കും എന്നും മനോരമ പറയുന്നു. കേരളത്തിൽ ദേശീയപാത വികസനം 45 മീറ്ററിൽ തന്നെ വേണമെന്ന് കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും നിർദ്ദേശം. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതി വേണമെന്നാണ് സർക്കാർ നിലപാടെന്നും ഇക്കാര്യത്തിൽ പൊതു തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഈ അറിയിപ്പിനൊപ്പം തന്നെ പത്രങ്ങൾ ഇന്ന് അതിനെതിരായ പ്രക്ഷോഭത്തിൻ്റെ വാർത്തകളും നമുക്ക് തന്നിട്ടുണ്ട്. US കപ്പലിൽ തൂത്തുക്കുടിയിൽ വെച്ച് പിടിച്ച അമേരിക്കൻ കപ്പൽ, ആയുധം കയറ്റി വന്ന അമേരിക്കൻ കപ്പലിൻ്റെ ദുരൂഹത നീങ്ങിയില്ല എന്ന് മാത്രമല്ല, അതേ സംബന്ധിച്ച് ആ കപ്പലിൻ്റെ പ്രയാണത്തിന് ഒരു ക്ലീൻ ചിറ്റ് കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് മാധ്യമം ഇന്ന് 1-ാം പേജിലെ 2-ാമത്തെ വാർത്തയായി നമുക്ക് തരുന്നത്. വിവാദ US കപ്പലിന് കേന്ദ്രത്തിൻ്റെ ക്ലീൻ ചിറ്റ്. കടൽ കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കപ്പലെന്ന് ആഭ്യന്തര വകുപ്പ്. യാദൃച്ഛികമായി അവിടെ കണ്ടെത്തിയ കപ്പൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലാണ് എന്നാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. T. ഇസ്മായിൽ ആ വാർത്ത ചെന്നൈയിൽ നിന്ന് എത്തിക്കുന്നത്. കാണുക, തൂത്തുക്കുടിയിൽ പിടിയിലായ US ആയുധ കപ്പലിന് ദുരൂഹതകൾ ബാക്കി നിൽക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ ക്ലീൻ ചിറ്റ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തിടുക്കത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കപ്പലിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് കേസ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് Q ബ്രാഞ്ചിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് ഈ വാർത്ത പറയുന്നു. അങ്ങനെയാണെങ്കിൽ, ഇത്രയും യാദൃച്ഛികമായ കാരണങ്ങളാൽ എത്തിപ്പോയതാണെങ്കിൽ ഈ കപ്പലിന് എന്തിന് അവർ രഹസ്യമായി ഇന്ധനം ശേഖരിക്കണമായിരുന്നു എന്നതിന് ഉത്തരം ലഭിക്കുന്നില്ല. അതാണ് ദുരൂഹത. ഇന്ധനം നൽകിയ വകയിൽ 5 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മലയാളി അടക്കം എന്നും വാർത്ത വന്നിരിക്കുന്നു. അത് വിശദീകരിക്കപ്പെടുന്നില്ല. നിര്യാതയായ ഒരു ലോകോത്തര നടിയുടെ പണം തട്ടിയെടുത്തു എന്ന ആരോപണം നേരിടുന്നയാളാണ് ഗണേഷ് കുമാർ. പരസ്ത്രീ ഗമനം മന്ത്രിമന്ദിരത്തിൽ എന്ന് ഭാര്യ തന്നെ
ആരോപിച്ചയാളാണ് ഗണേഷ് കുമാർ. തന്ത തന്നെ തള്ളിപ്പറഞ്ഞ പിള്ളയാണ് ഒരു കാലഘട്ടത്തിൽ ഗണേഷ് കുമാർ. ജാരവൃത്തിക്ക് വല്ലവൻ്റെയും തല്ല് വാങ്ങി അത് ഭാര്യ നൽകിയ തല്ലാണ് എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞയാളാണ് ഗണേഷ് കുമാർ. ഏതായാലും ഇത്തരമൊരുത്തൻ്റെ വിവാഹമോചനം മാതൃഭൂമി എന്ന പത്രത്തിന് എപ്രകാരമാണ് ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാകുന്നു എന്ന അത്ഭുതം, സചിത്രമായ ആ വാർത്തയുടെ അത്ഭുതം കൂറിക്കൊണ്ട് തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകട്ടെ. ഗണേഷ് കുമാറും യാമിനി തങ്കച്ചിയും വേർപിരിഞ്ഞു. വലിയ ചിത്രം, വലിയ വാർത്ത. എന്ത് താല്പര്യമാണ് മാതൃഭൂമിക്ക് ഇക്കാര്യത്തിലുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ MLAയും യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തി. 2 കുട്ടികളെയും യാമിനി തങ്കച്ചിയുടെ സംരക്ഷണയിൽ വിട്ട് നൽകി തുടങ്ങിയ വിശദാംശങ്ങൾ തന്നിട്ടുണ്ട്. ദേശാഭിമാനി പത്രം ഇത് 5-ാം പേജിൽ ചെറിയൊരു വാർത്തയായി തരുമ്പോൾ മാതൃഭൂമിക്ക് ഇത് 1-ാം പേജിലെ ഒന്നാമത്തെ വാർത്തയായി എന്ന് മാത്രമല്ല, വലിയ ചിത്രമുള്ള വാർത്തയായി എന്ന് മാത്രമല്ല, തീർന്നില്ല. മാതൃഭൂമി നഗരം പേജിൻ്റെ ആദ്യ ചിത്രവും ഈ വാർത്തയുമായി തന്നെ ബന്ധിപ്പിച്ച് തന്നിരിക്കുന്നു. എന്തിന് ഒരു വിവാഹമോചനം? അത് ധാർമ്മികമായി സദാചാരപരമായി ഒരു നിലവാരവുമില്ലാത്ത ഒരാളുടെ വിവാഹമോചനം മാതൃഭൂമി ഇത്രമാത്രം ആഘോഷിച്ചിരിക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോകും.